നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഗൈസ്, എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ ഇതാണ് വിഷു സദ്യ വാങ്ങിച്ചത് ലുലുവിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നല്ല, ഈ പ്രാവശ്യത്തെ വിഷു അത്ര അങ്ങോട്ട് ഒരു 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 ഇതില്ല, എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. കാരണം ഈ പ്രാവശ്യം ഈ ബഹ്റൈനിലും ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളിലും വിഷു സദ്യ ഒന്നുമില്ല കേട്ടോ. എന്താ അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മൾ ലുലുവിൽ നിന്നും പോയിട്ട് എല്ലാ പ്രാവശ്യം വാങ്ങുമ്പോൾ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ലുലുവിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ സദ്യ നമുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം. എന്തൊക്കെയാണ് ഈ പ്രാവശ്യത്തെ വിഭവങ്ങളെന്നൊക്കെ നമുക്കെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് സംഭവം അറിയില്ല കേട്ടോ. പാക്ക് കൊണ്ട് ഓപ്പണാക്കി നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നത് നമ്മുടെ എന്താ പറയുക, ചിപ്സ് ഇങ്ങനെയുള്ള മറ്റുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും. പിന്നെ ചോറ്, അപ്പോൾ ഒരൈറ്റമായി ചോറ്. ഇതിലുള്ള എന്താണെന്ന് ലാസ്റ്റ് നമുക്ക് ഓപ്പണാക്കി നോക്കട്ടോ. ചോറായി. പിന്നെ പായസമായിരിക്കും, സാമ്പാർ, ഇപ്പോൾ 3 ഐറ്റം. പിന്നെ എന്താ കിച്ചടി 4, പിന്നെ ഇതും പായസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ 5. പിന്നെ എന്താണ് വാഴക്കത്തോരനായിരിക്കും 6. ഇപ്പോൾ ഓപ്പൺ ആയത് കേട്ടോ. 7, 8, 9, 10, 11, ഒരു കുപ്പി 60 200 ml, 13, 14, 15, 16, 17 ഐറ്റം. പിന്നെ ഈ കവറിലുള്ളൂ കേട്ടോ. ഒരു പപ്പടം 18, പിന്നെ മുളക് 9, 20, 21 ഐറ്റം ഏകദേശം ലുലുവിൻ്റെ സദ്യയിലുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2.5 ദിനാറാണ് കേട്ടോ. 2 ദിനാർ 500. കണ്ടിട്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ ഒരു വായലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ വായല, ഈ ഒരു നൈലോൺ ഒന്ന് ഇതിൽ നിന്ന് റിലീസ് ചെയ്യാൻ കേട്ടോ. അത് ഏറ്റവും വലിയൊരു പണിയാണ് കേട്ടോ. കാരണം കുറച്ച് റിസ്ക്കുള്ള ഒരു സംഭവമാണിത്. കഴിഞ്ഞ ഓണത്തിനൊക്കെ വാങ്ങിച്ചിട്ട് ഇത് എടുക്കാനാണ് ഏറ്റവും പണി. കാരണം ഹാൻഡിലൊക്കെ കേടുപാട് പറ്റാതെ ഇതിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഗൈസ്, വലിയ റിസ്ക് ഒന്നും എടുത്തില്ല, എന്നാലും പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. ഗൈസ്, വാൻഡിൽ വളരെ മോശപ്പെട്ടൊരു വാൻഡിലാണ് കേട്ടോ. കാരണം എന്താ, ഇവിടെ ഒരു ഹോളുണ്ട്, കീറിയിട്ടുണ്ട്. അത്ര നല്ല വാൻഡിലൊന്നുമില്ല. പിന്നെ ഇത്രയും ഐറ്റം വെക്കാനുള്ളൊരു സ്പേസും ഈ വായലില്ല കേട്ടോ. വളരെ ചെറിയ വായലില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല വായലായിരുന്നു കേട്ടോ. ഈ വായലൊക്കെ ചെറിയ പൊട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഒരു കഷ്ണം എടുത്തിട്ട് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ, അടിഭാഗത്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഒന്ന് നമ്മൾക്ക് ഈ ഒരു ഇലയിലൊന്ന് സെറ്റാക്കി നോക്കാം. അപ്പോൾ ഗൈസ്, ഇത്ര ഐറ്റംസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് വായലില വളരെ ചെറിയതായത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ ഓപ്പണാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ ഇതിൽ നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ഇട്ട് വെക്കുന്നില്ല, കാരണം അതിന് മാത്രമുള്ളൊരു സ്പേസ് ഞാൻ കാണുന്നില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയിട്ടാണ് ഉള്ളത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ പ്രാവശ്യത്തെ വിഷു അത്ര ഒരു ഉഷാറില്ലാന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ, പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൊട്ടടുത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. മലയാളി റെസ്റ്റോറൻറ്റുകൾ തന്നെ. ഏറ്റവും കൂടുതൽ മലയാളി റെസ്റ്റോറൻറ്റുകളാണല്ലോ വിഷു, ഓണം കാര്യങ്ങളൊക്കെ സദ്യയൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ഈ പ്രാവശ്യം സാധാ ഉണ്ടാകുന്ന ആ ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ. വിഷു ആയതുകൊണ്ടൊരു സദ്യ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഭവം എല്ലാ പ്രാവശ്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഇല്ല. എനിക്ക് തോന്നുന്നത് കാരണം ഈ പ്രാവശ്യം പെരുന്നാളും ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതുപോലെയല്ല, ഇതിന് ഒരുപാട് എഫക്റ്റ് എടുക്കണം, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കണം. അപ്പം ഇങ്ങനെ റിസ്ക് എടുക്കാൻ ആവില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കാം ഈ പ്രാവശ്യം എവിടെയും അത്ര അങ്ങോട്ട് ഒരു ഉഷാറില്ല. വിഷുവിന് സദ്യ ഒന്നും എവിടെയും കാണാനില്ല, എന്താണെന്നറിയില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും നമ്മൾ ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സദ്യ നമ്മൾ ലുലുവിൽ തന്നെ ആക്കി കേട്ടോ. അതുകൊണ്ട് തന്നെ നേരത്തെ ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ നേരത്തെ തന്നെ സാധനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇനി പറഞ്ഞു നിൽക്കാൻ സമയമില്ല ഗൈസ്. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. ഗൈസ്, പപ്പടം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചു കേട്ടോ. ആകെ 3/4 ഭാഗമുള്ളൂ. 2.5 ദിനാർ കൊടുത്തിട്ടൊരു സദ്യ വാങ്ങിച്ചിട്ട് ഒരു 2 പപ്പടമൊക്കെ അവർക്ക് ഇടാമായിരുന്നു. പക്ഷേ ഇതാകെ ഒരു പപ്പടം, അത് 3/4 ഭാഗം. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ആയതുകൊണ്ട് തന്നെ നേരത്തെ രാവിലെയൊക്കെ മോർണിംഗ് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും. നല്ല തണുത്ത് പോയിട്ടുണ്ട്. ആ ഒരു ക്രിസ്പി ഒന്നുമില്ല, ഉണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, വിഷു സദ്യയൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ എല്ലാം റീപാക്ക് ചെയ്തു, വേസ്റ്റൊക്കെ എടുത്ത് ഒഴിവാക്കി. അപ്പോൾ
എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയും. കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണല്ലോ. പക്ഷേ എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല ഈ പ്രാവശ്യം. അത്ര മറ്റുള്ള സാധനങ്ങൾക്കൊന്നും ടേസ്റ്റ് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വായൻ്റെ ഇല കീറിയത്, അതുപോലെ തന്നെ പപ്പടം മുക്കാ ഭാഗമുള്ളൂ. അതൊരു കംപ്ലൈൻ്റ് അല്ല, പക്ഷേ ഇത്രയും ദിനാറ് കൊടുത്ത് വാങ്ങുമ്പോൾ അതിനുള്ള ഒരു പരിഗണന അവർ കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ ഒരു കറി എന്ന് പറയുന്നത് ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വേറെ ഒരു എക്സ്ട്രാ കറിയും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഐറ്റംസൊക്കെ കുറവാണ്. പക്ഷേ ആ ഒരു ടേസ്റ്റും കിട്ടുന്നില്ല കേട്ടോ, നേരത്തെ ഉള്ളതുപോലെ തന്നെ. ഗൈസ് ലുലുവിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അടിപൊളിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യമൊക്കെ ഞാൻ വാങ്ങിച്ചിടത്തോളം എനിക്ക് ഇതുവരെ ഞാൻ പെട്ടിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ചെറുതായിട്ട് പെട്ടോ എന്നൊരു തോന്നൽ. അപ്പോൾ ഗൈസ് ഇനിയും പുതിയ വീഡിയോ വീണ്ടും കാണാം.